ഇറച്ചിക്കോഴി വില കുതിച്ചുയർന്നു. കോട്ടയം ജില്ലയിൽ മിക്കയിടങ്ങളിലും 170 മുതൽ 175 രൂപ വരെയാണ് കോഴിയിറച്ചിയുടെ ഇന്നത്തെ വില. കേരളത്തിൽ ഉൽപാദനം കുറഞ്ഞതും തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിവരവ് കുറഞ്ഞതും പക്ഷിപ്പനിയും വില ഉയരുന്നതിന് കാരണമായി. ഉൽപാദന ചെലവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ കോഴി ഫാമുകൾ പലതും അടച്ചുപൂട്ടി. കോഴിത്തീറ്റയുടെ വില വൻതോതിൽ വർദ്ധിച്ചതും ഫാമുകളിൽ ഉപയോഗിക്കുന്ന അറക്കപ്പൊടി, വെള്ളം ഇവയുടെ ലഭ്യത കുറവും ഫാമുകൾക്ക് പൂട്ടിടേണ്ട അവസ്ഥയുണ്ടാക്കി. ഉൽപാദന ചെലവിലെ വലിയ വർധനയും കോഴി വളർത്തലിന് തിരിച്ചടിയായി. ഫാമുകളിൽ കോഴി വളർത്തി കച്ചവടക്കാർക്ക് നൽകുന്നതിന് ഒരു കോഴിക്ക് 7 മുതൽ 8 രൂപ വരെയാണ് ലഭിക്കുന്നത്. ഒരു കോഴിക്ക് 10 രൂപയെങ്കിലും ലഭിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 110 മുതൽ 115 രൂപ വരെയായിരുന്നു കോഴിവില. ഈ സീസണിൽ 170-ന് മുകളിൽ എത്തിയെങ്കിലും കച്ചവടത്തെ ബാധിച്ചിട്ടില്ലെന്ന് വ്യാപാരി അനിൽ പറഞ്ഞു. ഈ സീസണിൽ ഇപ്പോൾ കോഴിക്ക് കഴിഞ്ഞ സീസണിൽ ഇത്രയും വില വന്നാലേ ഇപ്രാവശ്യം ഹയസ്റ്റ് വിലയാണ് 170 രൂപ. അതിൻ്റെ കാരണം പറഞ്ഞാൽ കേരളത്തിലുള്ള ഒത്തിരി ഫാമുകൾ വിലക്കുറവ് ഒത്തിരി നാൾ നീണ്ടു നിന്നായിരുന്നു. 80 രൂപ 90 രൂപ ആ റേഞ്ച് ചെയ്യുന്നപ്പോൾ ഒത്തിരി ഫാമുകൾ നിന്നു പോയായിരുന്നു. അതിൻ്റെ കൊണ്ടും വരാം. പിന്നെ തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഫാമുകൾ കോഴിയില്ല, അതുകൊണ്ടാണിപ്പം വില നിൽക്കുന്നത്. വില കൂടിയിട്ടും കച്ചവടത്തിന് കുറവൊന്നുമില്ല. ക്രിസ്മസിന് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. കോഴിവില ക്രമാതീതമായി ഉയർന്നത് ഹോട്ടലുകളിലെ ചിക്കൻ വിഭവങ്ങളുടെ വിലയെ ബാധിച്ചിട്ടുണ്ട്. ചിക്കൻ വിഭവങ്ങൾക്ക് വില ഉയർത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഹോട്ടൽ ഉടമകളും പറയുന്നു. കോഴിയുടെ വില 175 രൂപയായി. ഇങ്ങനെ പോയാൽ ഞങ്ങളെപ്പോലെയുള്ള ഹോട്ടലുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 100 രൂപയ്ക്കാണ് ബിരിയാണി കൊടുക്കുന്നത്. വലിയ പീസ് വെച്ച് മുട്ടയും വെച്ച് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ നഷ്ടകരമാണ്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇതുപോലെ വില കയറുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.